പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പറയുന്നത് നമ്മളെ മക്കള് സ്വാലിഹീങ്ങളാകാൻ, നിസ്കരിക്കുന്ന മക്കളാകാനുള്ള അതിശക്തിയുള്ള ഖുർആൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയും മക്കളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളുമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങളൊക്കെ അകറ്റി തരട്ടെ, മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ, എല്ലാ വിഷമങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? ഇന്ന് എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നൊന്ന് പറയൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ഹംദ് നീ സ്വീകരിക്കണേ റഹ്മാനെ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഹംദ് പറഞ്ഞവരൊക്കെ ഒന്ന് കമന്റിൽ എഴുതി വിടണം. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അഥവാ മക്കള് സ്വാലിഹീങ്ങളാകാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അതിശക്തിയുള്ള ഒരു പ്രാർത്ഥനയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്, വിലമതിക്കാനാവാത്ത അനുഗ്രഹമാണ് നമ്മളുടെ മക്കൾ എന്ന് പറയുന്നത്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നമ്മുടെ മക്കള് സ്വാലിഹീങ്ങളാകാൻ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1ാമത്തെ കാര്യം സൗഹൃദങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മക്കളുടെ കൂട്ടുകാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരുടെ കൂടെയാണ് മക്കൾ പോകുന്നത്, ആരുടെ കൂടെയാണ് മക്കൾ കളിക്കുന്നത്, ആരുടെ കൂടെയാണ് മക്കൾ സഹവസിക്കുന്നത് എന്നുള്ള ഒരു ബോധം രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം. പല രക്ഷിതാക്കളും അത് ശ്രദ്ധിക്കാറില്ല. പഴയ കാലത്ത് നമ്മൾ പറയാറുണ്ട്, ചാരിയാൽ ചാരിയത് മണക്കും. ആരുടെ കൂടെയാണോ നമ്മളെ മക്കൾ സൗഹൃദം പുലർത്തുന്നത് അവരുടെ സ്വഭാവമായിരിക്കും നമ്മളെ മക്കൾക്ക് ഉണ്ടാകുക. നമ്മളെ മക്കളുടെ കൂട്ടുകാർ കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ മക്കൾ കള്ളുടിച്ചിട്ടുണ്ടാവും. നമ്മളെ മക്കൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുടെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ നമ്മളെ മക്കളുടെ സ്വഭാവം ആ രൂപത്തിലായി മാറും. അതുകൊണ്ട് മക്കളുടെ സൗഹൃദങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മൾ വെറും പ്രാർത്ഥനയും ദിക്റുമായി മാത്രം നടന്നാൽ പോരാ, മക്കളുടെ കൂട്ടുകാരെ നമ്മൾ ശ്രദ്ധിക്കണം. ആരെ കൂടെ നടക്കുന്നുണ്ട്, ആരെ കൂടെ ടൂർ പോകുന്നുണ്ട്, ആരെ കൂടെയാണ് കളിക്കുന്നത് എന്നുള്ള ശരിക്കുള്ള ശ്രദ്ധ രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം. 2ാമത്തെ കാര്യം, മക്കളോട് സംസാരിക്കാനും മക്കളെ സ്നേഹിക്കാനും സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ന് പല രക്ഷിതാക്കളുടെയും അവസ്ഥ എന്താണ്? പ്രത്യേകിച്ച് ഉപ്പമാരുടെ അവസ്ഥ എന്താ? മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാണ്, മക്കൾക്ക് വേണ്ടി കടന്ന് പ്രയാസപ്പെടുകയാണ്. പ്രവാസികളായിരിക്കാം, അതല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, കച്ചവടം നടത്തുന്നവരായിരിക്കാം, ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. എന്തായാലും വേണ്ടില്ല, മക്കളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഇത് മക്കളുമായി ഒരു ബന്ധം ഉണ്ടാകൂല. മക്കള് ബുള്ളറ്റ് വേണമെന്ന് പറയുമ്പോൾ ബുള്ളറ്റ് വാങ്ങിക്കൊടുക്കും, മക്കള് മൊബൈൽ ഫോൺ വേണമെന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കും. അത് ഉമ്മ പറയും മകന് മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞുകൊണ്ടു, ആയിക്കോട്ടെ ഒരു 50,000 അയച്ചു കൊടുക്കുകയാണ്. മകന് ബുള്ളറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ടു, കുഴപ്പമില്ല ഒരു 2 ലക്ഷം അയച്ചു കൊടുക്കുകയാണ്. ഈ ഉപ്പ മകന് വിളിച്ച് സംസാരിക്കുന്നില്ല. ഏത് ഫോണാണ് വേണ്ടത്, ഇപ്പൊ എന്തിനാണ് ഫോൺ വാങ്ങുന്നത്, പഠിക്കല്ലേ, എന്താണ് അതിന്റെ ആവശ്യം എന്നൊക്കെ ചോദിച്ച് മകനെ ഉപദേശിക്കല്ല, ഉപ്പ അത് നേരെ ക്യാഷ് അയച്ചു കൊടുക്കുക. മകനെ വിളിച്ച് സംസാരിക്കുന്നത് പോലും ഇല്ല. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, മക്കളോട് സംസാരിക്കാൻ മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. അത് ഉപ്പയാണെങ്കിലും സമയം കണ്ടെത്തണം, ഉമ്മയാണെങ്കിലും സമയം കണ്ടെത്തണം. ഇന്ന് ഉമ്മമാർക്കൊന്നും മക്കളോട് സംസാരിക്കാൻ സമയം തന്നെയല്ല. ഒരു ഉമ്മ പറയാണ്, ഞാൻ രാവിലെ 6 മണിക്ക് മജ്ലിസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ 12 മണി വരെ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മജ്ലിസ് കാണുന്നത് ഞാൻ എതിരല്ല, കാരണം നമ്മളെ ദാറുൽ മുബീനിലും രാവിലെ മജ്ലിസ് നടക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു സമയം നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. എല്ലാ സമയത്തും മജ്ലിസ് കാണണമെന്ന് ഏതെങ്കിലും ഉസ്താദുമാർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരു ഉസ്താദുമാരും അങ്ങനെ പറയൂല. കാരണം എന്താ? ഭർത്താവിനോട് സംസാരിക്കേണ്ടി വരും, ഭാര്യയോട് സംസാരിക്കേണ്ടി വരും, മാതാപിതാക്കളോട് സംസാരിക്കണം, അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഓൺലൈൻ മജ്ലിസിൽ പങ്കെടുക്കാൻ ആരാങ്ങളോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മളുടെ രാവിലെ 6 മണിക്ക് നടക്കുന്ന മജ്ലിസ് ഉണ്ട്. കാരണം എന്താ? ആ സമയത്ത് ആർക്കും ഒരു ശല്യം ഉണ്ടാവൂല.
ആർക്കൊരു ശല്യമില്ലാതെ ആ സമയത്ത് മജ്ലിസ് കാണാൻ കഴിയും. മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ 6 മണിക്ക് അവരെ മദ്രസയിൽ പറഞ്ഞയച്ചാൽ പിന്നെ നമ്മൾക്ക് 1 മണിക്കൂർ 7 മണി വരെ പ്രിയമുള്ളവരെ മജ്ലിസ് കാണാവുന്നതാണ്. അല്ലാതെ സദാസമയത്തും മജ്ലിസ് കാണാൻ ഞാൻ പറയാറില്ല. ഇനി രാവിലെ 6 മണിക്ക് മജ്ലിസ് കാണാൻ പ്രയാസമുള്ള ആളുകളോട് നിങ്ങളുടെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ട് നിങ്ങൾ വിശ്രമിക്കുന്ന സമയത്താണ് നമ്മളെ മജ്ലിസ് കാണേണ്ടത് എന്ന് ഞാൻ ഉപദേശിക്കാറുണ്ട്. കാരണം എന്താ, എനിക്കറിയാം മക്കളോട് സംസാരിക്കണം രക്ഷിതാക്കള്. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും സംസാരിക്കണം. ഇതിന് സമയം കണ്ടെത്താത്ത അവസ്ഥ വന്നാൽ ആ കുടുംബം തകർന്ന് തരിപ്പണമായി പോകും. അള്ളാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മളെ ദാറുൽ മുബീൻ മജ്ലിസ് രാവിലെ 6 മണിക്ക് നടക്കുന്ന മജ്ലിസ്, അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക. എപ്പോൾ പങ്കെടുക്കണം? നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ട് മക്കളോടൊക്കെ സംസാരിക്കാൻ സമയം കണ്ടെത്തി, ഭർത്താവിനോടൊക്കെ സംസാരിക്കാൻ സമയം കണ്ടെത്തി അതിന് ശേഷമാണ് കാണേണ്ടത്. ഇത് ചില ആളുകൾ ഭർത്താവ് ഇങ്ങനെ മണിയറിയിൽ ഭാര്യ ഇങ്ങനെ കാത്തുക, ഭർത്താവ് ഇങ്ങനെ ഭാര്യ കാത്തിക്കാരം, ഭാര്യ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അപ്പോഴും അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഇങ്ങനെ ഇരിക്കുകയാണ്. മലക്കുകൾ നിന്നെ ശപിക്കും കേട്ടോ. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയതിന്റെ പേരിലല്ല, ആ സമയത്ത് നീ അസ്മാഉൽ ഹുസ്ന അല്ല ചൊല്ലേണ്ടത്, ആ സമയത്ത് നീ ദിക്ർ അല്ല ചൊല്ലേണ്ടത്. ഭർത്താവ് നിന്നെ കാത്തിരിക്കുകയാണെങ്കിൽ നീ മണിയറയിലേക്ക് ചെല്ലുകയാണ് വേണ്ടത്. അവിടെ പോയിട്ട് ഭർത്താവിന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക. നമ്മൾ ആഗ്രഹങ്ങളൊക്കെ ആ സമയത്ത് നിറവേറ്റുക. ഭർത്താവിന്റെ അടുത്ത് കടക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ കിടക്കുക. ആ സമയത്ത് നമ്മൾ ദിക്റെല്ലാം പോകാൻ പാടില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അതിന്റെ അർത്ഥം സുബഹി ഖളാക്കിന്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങണം എന്നല്ല. അപ്പൊ ഭർത്താവിനോട് പോയി എവിടുന്ന് പറയാ, അല്ലെങ്കിൽ പോയി നമുക്ക് നിസ്കരിക്കുക എന്ന് പറയാനുള്ള മനസ്സ് ഭാര്യയ്ക്ക് ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മക്കളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. മൂന്നാമത്തെ കാര്യം, വീട്ടിൽ ആത്മീയമായ ചുറ്റുപാട് ഒരുക്കുക എന്നുള്ളതാണ്. ഇസ്ലാമികമായ ചുറ്റുപാട് ഒരു വീട്ടിലില്ലെങ്കിൽ ആ കുട്ടികൾ നന്നാവൂല, ആത്മീയമായ ഒരു പുരോഗമനം ഉണ്ടാകൂല. വീട്ടിൽ ഖുർആൻ ഓതാനുള്ള സംവിധാനങ്ങൾ വേണം, അതുപോലെ തന്നെ ദിക്ർ ചൊല്ലാനുള്ള സംവിധാനങ്ങൾ വേണം. ഒരുമിച്ചിരുന്ന് ദിക്ർ ചൊല്ലുക, അതല്ലെങ്കിൽ ഖുർആൻ ഓതുക, മൗലൂദ് പാരായണം ചെയ്യുക, ബുർദ ചൊല്ലുക, ഇതൊക്കെ വലിയ റാഹത്താണ്, ആത്മീയത ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ്. ഇങ്ങനെ ആത്മീയമായ ഒരു ചുറ്റുപാട് ഒരു വീട്ടിലില്ലെങ്കിൽ ആ കുട്ടികൾ പിന്നെ നന്നാവൂല. ആ കുട്ടികൾ എപ്പോഴും മൊബൈൽ ഫോണിൽ ഇങ്ങനെ റീൽസ് കണ്ട് ആസ്വദിക്കുകയായിരിക്കും. അള്ളാഹുവെ ഞങ്ങളെ മക്കളെ നന്നാക്കണേ റഹ്മാനെ. നാലാമത്തെ കാര്യം, ശരിക്ക് ശ്രദ്ധിക്കുക, മാതാപിതാക്കൾ മാതൃകയാകുക എന്നുള്ളതാണ്. മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയും, മാതാപിതാക്കൾ എപ്പോഴും കളവ് പറയും, മാതാപിതാക്കൾ തോന്നിവാസം ചെയ്യും, ഉപ്പ കള്ളു കുടിക്കും, ഉപ്പ മയക്കുമരുന്ന് ഉപയോഗിക്കും, ആൻസ് ഉപയോഗിക്കും. പിന്നെ എങ്ങനെ ആ കുട്ടികൾ നന്നാവുക? ആദ്യം മാതാപിതാക്കൾ മാതൃകയാകണം. അൽ ഉമ്മു മദ്രസ, ഉമ്മ പാഠശാലയാണ്. ഉമ്മയുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ മക്കൾ പറയും. ഉമ്മ അനാവശ്യം വിളിച്ചാൽ മക്കളും അനാവശ്യം വിളിക്കും. ആ അനാവശ്യം മക്കൾ അങ്ങനെ മനസ്സിലാക്കി വെക്കും. അതുകൊണ്ട് വീട്ടിൽ മാതാപിതാക്കൾ മാതൃകയാവുക. വീട്ടിലെന്ന് മാത്രമല്ല, എല്ലാ സ്ഥലത്തും, ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ മാതൃകാ പുരുഷന്മാരാകണം, മാതൃകാ സ്ത്രീകളാകണം, മാതൃകാ ഉമ്മമാരും ഉപ്പമാരുമാകണം. അള്ളാഹു ആ രൂപത്തിൽ നമ്മയൊക്കെ മാറ്റിത്തരട്ടെ. അതുപോലെ അഞ്ചാമത്തെ കാര്യം, പ്രാർത്ഥന ഒരിക്കലും കൈവിടരുതേ. ഒരു ദിവസം പ്രാർത്ഥിച്ചു മക്കൾ നന്നായില്ല, എന്നാ പിന്നെ പ്രാർത്ഥിക്കണ്ടെന്നാ. 10 ദിവസം പ്രാർത്ഥിച്ചു മക്കൾ നന്നായില്ല, പിന്നെ പ്രാർത്ഥന നിർത്തണോ? നിർത്തരുത്. എപ്പോഴും പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടി. എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ മക്കളുടെ ഉയർച്ചക്ക് നമ്മൾ പ്രാർത്ഥിക്കണം. മക്കളുടെ ഉയർച്ചക്ക് എന്ന് പറഞ്ഞാൽ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി മാത്രമല്ല. പരീക്ഷയിൽ ജയിക്കണേ മക്കളെ, മക്കൾക്ക് നല്ല ജോലി കിട്ടണേ അല്ല, നല്ല വീട് വേണേ അല്ല, നല്ല വാഹനം വേണേ അല്ല, അങ്ങനെയല്ല തീർക്കേണ്ടത്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ആദ്യം അതാണ് ദുആ ചെയ്യേണ്ടത്. മക്കള് സ്വാലിഹീങ്ങളായി നമ്മൾ രക്ഷപ്പെട്ടില്ലേ. ചില രക്ഷിതാക്കൾ അങ്ങനെ ദ്വേർക്കൂല. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകാൻ വേണ്ടി ദ്വേർക്കും. അതിന് ദ്വേർക്കണം. നല്ല വിദ്യാഭ്യാസം വേണം, ആത്മീയമായ വിദ്യാഭ്യാസം വേണം, ഇസ്ലാമികപരമായ വിദ്യാഭ്യാസം വേണം, ഭൗതികമായ വിദ്യാഭ്യാസം മക്കൾക്ക് വേണം. പക്ഷെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം ദുആ ചെയ്താൽ ആ മക്കള് നമ്മൾക്ക് ഉപകരിക്കൂല എന്നുള്ളതാണ്. അപ്പൊ മക്കൾ സ്വാലിഹീകളാകാൻ ആദ്യം നമ്മൾ ദുആ ചെയ്യണം. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താൻ പറ്റൂല. എപ്പോഴൊക്കെ സമയം കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെയായിരുന്നു സ്വാലിഹീങ്ങൾ, അങ്ങനെയായിരുന്നു സലഫു സ്വാലിഹീങ്ങൾ. ഉമ്മയുടെ പ്രാർത്ഥന, ഉപ്പയുടെ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തട്ടുകയില്ല.
അത് റസൂലുള്ള പഠിപ്പിച്ചതാ. ഉമ്മയുടെ മാത്രമല്ല, ഉപ്പയും ദുആ ചെയ്യാൻ സമയം കണ്ടെത്തണം. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ ശേഷമൊക്കെ ദുആ ചെയ്താൽ നമ്മളെ പ്രാർത്ഥന അല്ലാഹു തട്ടൂല. മുത്തുമിനീങ്ങളെ, ഞാനൊരു പ്രാർത്ഥന നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇത് ഖുർആൻ പറഞ്ഞ പ്രാർത്ഥനയാണ്. റബ്ബിജ്അൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഇതെല്ലാം ഉമ്മമാരും ഉപ്പമാരും കാണാതെ പഠിക്കണം. റബ്ബിജ്അൽനി മുഖീമസ്സലാത്തി ومن ذريتي ربنا وتقبل دعاء رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء رب اجعلني مقيم الصلاة. അമ്പിയാക്കളെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ എന്നെ നീ നിസ്കരിക്കുന്നവനാക്കണേ, നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ. അല്ലാഹ് വമിൻ ദുരിയത്തി, എന്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ. റബ്ബനാ, ഞങ്ങളെ റബ്ബേ, വതഖബ്ബൽ ദുആ, എന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ റബ്ബേ. ഇതെന്തുകൊണ്ടാണ് മക്കളെ നിസ്കാരം നിലനിർത്താൻ വേണ്ടി ദുആ ചെയ്യുന്നത്? മക്കള് യഥാർത്ഥ നിസ്കാരമായി കഴിഞ്ഞാൽ ആ മക്കള് നന്നായി എന്നുള്ളതാണ്. നല്ല നിസ്കാരക്കാരായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, പിന്നെ എൻ്റെ മകൻ വഴി പിഴച്ചു പോകുമെന്നുള്ള ചിന്തയെ നമുക്ക് വേണ്ട. നിസ്കരിക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ചെറുപ്പം മുതൽ തന്നെ മക്കളെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 7 വയസ്സായാൽ മക്കളെ നിസ്കരിക്കാൻ കൽപ്പിക്കണം എന്ന് ഇസ്ലാം പറയാനുള്ള കാരണത. ആരാണ് മക്കളെ നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത്? പള്ളിയിലെ ഉസ്താദല്ല, മദ്രസയിലെ ഉസ്താദുമാരല്ല. അങ്ങനെ ചിന്തിക്കുന്ന ചില രക്ഷിതാക്കളുണ്ട്. ഉസ്താദുമാര് പറയാനിട്ടാണ് മക്കളെ നിസ്കരിക്കാത്തത് എന്ന് ചിന്തിക്കുന്ന ചില രക്ഷിതാക്കളുണ്ട്. ഉസ്താദുമാർക്ക് നിസ്കാരത്തിന്റെ ഫർള് പഠിപ്പിച്ചു കൊടുക്കണം, നിസ്കാരത്തിന്റെ ഷർത്ത് പഠിപ്പിച്ചു കൊടുക്കുക. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അതിന്റെ ശിക്ഷ? ഇതാണ് ഉസ്താദുമാരുടെ ഉത്തരവാദിത്തം. നിസ്കരിക്കാൻ കൽപ്പിക്കാനും അതുപോലെ തന്നെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കാനുമുള്ള അവകാശം ആർക്കാ? അത് മാതാപിതാക്കൾക്കാണ്. മാതാപിതാക്കളോട് ഇസ്ലാം പറഞ്ഞു 7 വയസ്സായാൽ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മുറിയാകാത്ത രൂപത്തില് മക്കളെ ശിക്ഷിക്കുകയും ചെയ്യുക. കണ്ടോ, ഇത് രക്ഷിതാക്കളോടാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അപ്പൊ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കൾ നന്നാകും, മക്കൾ സ്വാലിഹ്യങ്ങളാകും, അവരുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും. നിസ്കരിക്കുന്നില്ലേ, 10 ലക്ഷം സാലറി കിട്ടിയാലും 10 A+ കിട്ടി 10ാം ക്ലാസ്സിൽ, 6 A+ വാങ്ങി +2ലും +1ലും ഒരു രക്ഷ ഉണ്ടാവൂല. അതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവൂല. ഞാൻ മുസ്ലിമീങ്ങളോടാണ് സംസാരിക്കുന്നത്, വിശ്വാസികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം നമ്മളെ വിശ്വാസം അതാണ്. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. നമ്മളെ വിശ്വാസം അതാണ്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബർക്കത്തും ഉണ്ടാകൂല, ഒരു സന്തോഷം ഉണ്ടാകൂല, ഒരു സമാധാനം ഉണ്ടാകൂല. അതുകൊണ്ട് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രാർത്ഥന എല്ലാ ഉമ്മമാരും ഉപ്പമാരും കാണാതെ പഠിക്കുക. റബ്ബിജ്അൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. സ്വീകരിക്കണേ റബ്ബേ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ, ആഖിറ വിജയം നൽകണേ റബ്ബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.